ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലാണുള്ളത്, വളരെ ദുരിതത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പൊളിഞ്ഞു കിടക്കുന്ന നാഷണൽ ഹൈവേ എന്ന് പറയാനാണോ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ഞാൻ പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലല്ല നാഷണൽ ഹൈവേ പണിത് വെച്ചിരിക്കുന്നത്. അതിന് മേലെ വിശ്വാസത്തോട് പോകാൻ പറ്റിയൊരു സംവിധാനമില്ല. അതിൻ്റെ മേലെ നല്ല രീതിയിലുള്ള ലോഡ് എടുത്ത് പോകുന്ന വാഹനങ്ങൾ 10ഉം 20ഉം 28ഉം 30ഉം വീലുള്ള വാഹനങ്ങളാണ് ടെണ്ണ് കണക്കിന് ലോഡ് എടുത്തിട്ട് ഇതിന് മേലെ കൂടെ പോകാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്ര വരുന്ന ഒരു വാഹനം പോലും പോകാത്ത സമയത്ത് ഇത്രയധികം ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ വിള്ളലുണ്ടായാൽ നമുക്ക് പറയാം ഇതൊരു വിള്ളലാണ്, അത് ആ സ്ഥലത്തെ ഭൂപ്രകൃതിയെ ബന്ധപ്പെട്ട കാര്യം. ഇതെങ്ങനെയാണ്? ഇത് കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്ര സ്ഥലത്താണ് ഇടിഞ്ഞു വെക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്നും വേണ്ട, ഇവിടുന്ന് വെറുതെ കോഴിക്കോട് വരെ ഒന്ന് പോയി നോക്കിക്കേ. വെറുതെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ അറിയാം നാളെ ഇടിയാൻ നിൽക്കുന്നത്, മറ്റന്നാൾ ഇടിയാൻ നിൽക്കുന്നത്, ഓരോ സ്ഥലത്തൊക്കെ പെട്രോൾ പമ്പ് ഇരിക്കുന്നത് മേലെയാണ്. മനസ്സിലായോ? എന്നിട്ടോ ഇത് മാത്രമല്ല, നിങ്ങൾ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ, അപ്രോച്ച് റോഡ് പോകുന്നത് കുന്നിൻ്റെ മേലയിൽ കൂടെ. ഞാൻ പല സ്ഥലങ്ങളും കണ്ടതാണ്. അപ്രോച്ച് റോഡ് കുന്നിൻ്റെ മേലെ കൂടെ പോകും, നാഷണൽ ഹൈവേ താഴെ കൂടെ പോകും. ശരിക്കും എത്രയാണ്? 6 ലൈനും 2 അപ്രോച്ച് റോഡും കൂടിയാണല്ലോ വേണ്ടത്. ഈ സർവീസ് റോഡ്, ഈ സർവീസ് റോഡ് എന്തില്ല? സർവീസ് റോഡ് ഈ ഹൈവേനോട് ചേർന്നിട്ടല്ല, സർവീസ് റോഡ് പോകുന്നത് മലേൻ്റെ മേലെ കൂടിയാണ്. അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയോ? ആകെ 2 അടി 3 അടി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ നാഷണൽ ഹൈവേയും ഈ പറയുന്ന സർവീസ് റോഡും തമ്മിൽ. ആ സംവിധാനമാണ് ഇപ്പോൾ ഇടിഞ്ഞ് വീണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ.